പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിലോട്ടാണ് എത്താൻ കഴിയുക. ഈ ഭാഗത്ത് നിന്ന് ബെനിഫിഷ്യറീസ് എന്ന് കാണുന്ന ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതിൽ പ്രഗ്നൻ്റ് 4 പേര് എന്നുള്ളത് കാണാം, ലാക്ടേറ്റിംഗ് 2 എന്നുള്ളതാണ് നിലവിലെ പൊസിഷൻ. അതേപോലെ കുട്ടികളുടെ വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു യുവതിയെ നമ്മൾ ലാക്ടേറ്റീവ് മദറിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ പ്രഗ്നൻറ്റ് വുമൺ ഇപ്പോഴത്തെ പൊസിഷൻ 4 ആണ്. അപ്പോൾ ടീച്ചർ ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ടീച്ചറുടെ സെൻറ്ററിലുള്ള മുഴുവൻ ഗർഭിണികളുടെ ലിസ്റ്റും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഏത് ഗുണഭോക്താവിനെയാണ് ഇത്തരത്തിൽ ലാക്ടേറ്റിംഗ് മദറാക്കി മാറ്റേണ്ടത് എന്നുള്ളത് ഈ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നു. അതിന് നേരെ കാണുന്ന 3 ഡോട്ട് ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഓപ്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ആദ്യം കാണുന്ന മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ എന്ന് കാണുന്ന ഈ ഓപ്ഷനാണ് ടീച്ചർ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് ടീച്ചർക്ക് എത്താൻ കഴിയും. ഇവിടെ വിശദമായി തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജാണ് കാണുന്നത്. അതിലാദ്യം നമുക്കറിയാം ആ ഗുണഭോക്താവിൻ്റെ വയസ്സ് കൊടുത്തിട്ടുണ്ട്, എത്രാമത്തെ മാസത്തിലാണ് നിലവിലുള്ളത് എന്നുള്ളത് കൃത്യമായി ആ ഭാഗത്ത് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ EDD അവിടേക്ക് കാണാം, അതായത് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്. ഇത് നമുക്ക് കൃത്യമായി പോർഷൻ ട്രാക്കറാണ് ഈ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് നമ്മളെ LMP കൊടുക്കുന്ന ആ ഡേറ്റിന് അനുസൃതമായി തന്നെ ഓട്ടോമാറ്റിക്കായിട്ടാണ് EDD ഇവിടെ പ്രത്യക്ഷമായി വരിക. ഇതിന് ശേഷം നമ്മളെ ടീച്ചേഴ്സ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ടീച്ചറുടെ ഡാറ്റ ബാങ്കായി കയ്യിൽ കരുതണം. അതായത് ഗുണഭോക്താവായിട്ടുള്ള ഈ പ്രഗ്നൻറ്റിൻ്റെ ഡെലിവറി ഡേറ്റ് നേരത്തെ തന്നെ ടീച്ചർ കുറിച്ചെടുക്കണം. ഒപ്പം ആ കുട്ടിയുടെ ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും, ആ കുട്ടി ഫീമെയിലാണോ മെയിലാണോ, അതേപോലെ സ്ഥിരം താമസക്കാരിയാണോ അല്ലെങ്കിൽ താൽക്കാലികമാണോ, അതേപോലെ തന്നെ ആ കുട്ടി ദിവ്യാങ്താനാണോ, അതായത് PWD ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ അറിഞ്ഞിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ കാറ്റഗറി, അതായത് SC ആണോ ST ആണോ അതേഴ്സ് ആണോ എന്നുള്ളതും കൂടെ ടീച്ചേഴ്സ് അറിഞ്ഞതിന് ശേഷം ഈ ഡാറ്റകളൊക്കെ കയ്യിൽ വെച്ചതിന് ശേഷമായിരിക്കണം ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് ടീച്ചർ തുടരേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ഡെലിവറിയാണ്, അതായത് പ്രസവ തീയതിയാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിന് ഈ കാണുന്ന കലണ്ടർ ബട്ടൺ ടീച്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കലണ്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ 12/1/2026 ആണെങ്കിൽ ഇവിടെ 2026 കലണ്ടറിൽ വന്നിട്ടുള്ളത് 12-ാം തീയതി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ കാണുന്ന OK ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ ഡേറ്റ് ഇവിടെ വരും. അതായത് 12/1/2026 എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പാക്കുക. ഡെലിവറി ഡേറ്റും LMPയും EDDയും ഒരിക്കലും തെറ്റാൻ പാടില്ല. അഥവാ തെറ്റി എൻ്റർ ചെയ്താൽ പിന്നീട് തിരുത്താനും കഴിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് ഡെലിവറിയാണ്, അതായത് ഈ ഗുണഭോക്താവിൻ്റെ ജനനം എവിടെ നിന്നാണ് എന്നുള്ളതാണ്. ഹോം ആണോ ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ എന്നുള്ളത്. ഹോം ആണെങ്കിൽ വീട്ടിലെ പ്രസവമായിട്ട് കണക്കാക്കും, ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ആ കുട്ടി ആശുപത്രിയിൽ ജനിച്ചതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം കുട്ടിയുടെ ജെൻഡറാണ് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. പലപ്പോഴും ആവർത്തിച്ച് വരുന്ന തെറ്റാണ് ഇത്തരത്തിൽ ജെൻഡറെ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആൺകുട്ടിയെ പെൺകുട്ടിയായിട്ടും പെൺകുട്ടിയെ ആൺകുട്ടിയായിട്ടും തെറ്റായ രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തന്നെ ഈ കുട്ടിയുടെ പ്രൊഫൈൽ തിരുത്താൻ കഴിയാത്ത ഒരു ഭാഗം കൂടിയാണിത്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി എന്ന് തന്നെ സെലക്ട് ചെയ്യണം. ഇത് തെറ്റായി എൻ്റർ ചെയ്ത് കുട്ടിയുടെ ആധാർ വിവരങ്ങൾ പിന്നീട് ഭാവിയിൽ ആഡ് ചെയ്യുന്ന സമയം 3 to 6 കാറ്റഗറിയിൽ ആ കുട്ടിക്ക് ആധാർ ID എടുക്കുന്ന സമയം വലിയൊരു തടസ്സമായിട്ട് ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഫീമെയിൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കി ഗേൾ എന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്തെടുത്തു. അതിനുശേഷം കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് ആണ് കൃത്യമായി തന്നെ ബർത്ത് വെയ്റ്റ് രേഖപ്പെടുത്തേണ്ടത്. കുട്ടിയുടെ 2.94 ഇതാണ് ബർത്ത് വെയ്റ്റ്. ഇതിന് ശേഷം ടീച്ചേഴ്സ് 00 ഇടുന്ന സാഹചര്യമുണ്ട്, അത് ഒഴിവാക്കണം. 1 ഡിജിറ്റ് കഴിഞ്ഞാൽ പിന്നീട് 2 ഡിജിറ്റിൽ കൂടുതൽ ടീച്ചേഴ്സിനെ അവിടെ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം ബർത്ത് ഹൈറ്റാണ്, ആ കുട്ടിയുടെ ജനിച്ചപ്പോഴുണ്ടായിട്ടുള്ള ഹൈറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായി അവിടെ രേഖപ്പെടുത്തുക. 49 ആണ്. 0.7 എന്ന് കൊടുക്കാം. അതേസമയം 7 കഴിഞ്ഞ് 00 എന്ന് കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഒന്നുകൂടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ മുതൽ മുകളിലോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് കൊടുക്കുക. കാരണം ഈ കൊടുത്ത ഡാറ്റയൊന്നും പിന്നീട് തിരുത്താനേ കഴിയില്ല, അതിനുള്ളൊരു ഓപ്ഷൻ നിലവിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ആ നിമിഷം തന്നെ ലാക്ടേറ്റിംഗ് മദറിലേക്ക് ഈ പ്രഗ്നൻറ്റ് വുമൺ കടന്നിട്ടുണ്ടാവും. കുട്ടിയുടെ രജിസ്ട്രേഷനുള്ള ഫോമാണ് വരിക. ഇത് സ്കിപ്പ് ചെയ്യാതെ വിട്ടു പോവാതെ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴേക്കും പുറകിലോട്ട് പോവാതെ നെറ്റ് ഓഫ് ആക്കാതെയൊക്കെ നിങ്ങൾ ഈ ഭാഗം കൂടി പൂരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നെയിം ഓഫ് ചൈൽഡ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് പേരിട്ടിട്ടില്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാം, ബേബി ഓഫ് അമൃത എന്ന് വേണമെങ്കിൽ ടീച്ചർക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഇത് പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയുന്നൊരു സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇവിടെ നെയിം ഇൻ യുവർ ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇത് ടീച്ചർക്ക് വീണ്ടും തിരുത്താൻ കഴിയുന്ന ഒരു ഭാഗമാണ്. കാരണം ഈ ഭാഗത്ത് ടീച്ചർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കുക. അപ്പോൾ ബേബി അമൃത എന്ന് ടീച്ചർക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് അമൃത എന്ന പേരിലുള്ള ഒരുപാട് അമ്മമാർ ചിലപ്പോൾ പോഷൻ ട്രാക്കറിലേക്ക് ടീച്ചറുടെ പരിധിയിലെ ഗുണഭോക്താവായിട്ട് ഉണ്ടാവാം. അപ്പോൾ ടീച്ചർക്ക് പെട്ടെന്ന് അവരെ കണ്ടെത്തുന്നതിന് ടീച്ചർക്ക് ഇപ്പോൾ ബേബി അമൃത 1 എന്നോ ബേബി അമൃത 2 എന്നോ അല്ലെങ്കിൽ ബേബി അമൃത സുരേഷ് എന്നോ അവരുടെ ഹസ്ബൻഡിൻ്റെ പേരും കൂടി ഇവിടെ ആഡ് ചെയ്യാൻ കഴിയും. ഇതും ആധാറുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഭാഗമാണ് ഈ കാണുന്ന നെയിം ഇൻ യുവർ ലാംഗ്വേജ് എന്ന് കാണുന്ന ഭാഗം. അതുകൊണ്ട് അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ഘട്ടമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ആധാർ നമ്പർ ഓഫ് ചൈൽഡ്. ഇവിടെ കുട്ടിക്ക് ആധാർ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾക്കറിയാം, ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് ആധാർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ആ യെസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടിക്ക് ആധാർ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോ എന്നാണെങ്കിൽ ഇവിടെ കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ് അടിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ എസ് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റേണ്ട, അത് എസ്സിൽ തന്നെയാണ്. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ആധാർ നമ്പർ ഓഫ് മദർ എന്ന് കാണുന്ന അവിടെ അമ്മയുടെ ആധാർ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം അമ്മയുടെ പ്രഗ്നൻറ്റ് പ്രൊഫൈൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അമ്മയുടെ ആധാർ സീഡ് ചെയ്തിട്ടുണ്ട്, വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ ആധാർ നമ്പർ ഒരു മങ്ങിയ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അമ്മയുടെ ജനന തീയതിയും ഇവിടെ നമ്മൾക്കൊരു മങ്ങിയ രീതിയിൽ ഇനാക്റ്റീവായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് തിരുത്താൻ കഴിയില്ല. ഒപ്പം തന്നെ അമ്മയ്ക്ക് ആധാർ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആധാർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നോ എന്നുള്ളത് മദർ ഡസ് നോട്ട് ഹാവ് ആധാർ, അമ്മയ്ക്ക് ആധാർ ഇല്ല എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അവിടെ നോ കൊടുത്താൽ ഉണ്ട് എന്നുള്ളത്. ആ രീതിയിലാണ് യെസ് നോയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ ജനന തീയതി അവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തു. അമ്മയെ പ്രഗ്നൻറ്റിൽ നിന്ന് ലാക്ടേറ്റിങ്ങിലേക്ക് മാറ്റുന്ന സമയം ഡെലിവറി ഡേറ്റ് ആണ് കൊടുത്തത്, അതായത് പ്രസവ തീയതി. അത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് കുട്ടിയുടെ ജനന തീയതിയെ വരും. ജനന തീയതിയും പ്രസവ തീയതിയും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിവിടെ വീണ്ടും ആവർത്തിച്ച് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് 12/1/2026 എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു ആവർത്തന ചോദ്യം വന്നിട്ടുണ്ട്. ജെൻഡർ, നമ്മൾ അമ്മയെ പ്രസവിച്ച് കഴിയുന്ന സമയം തന്നെ ആ ഭാഗത്ത് ആ കുട്ടി മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് ടീച്ചർ അറിയാതെ തെറ്റി കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. രണ്ടാമത് വരുന്ന സാഹചര്യത്തിൽ ഓർക്കുക, അമ്മയെ പ്രഗ്നൻറ്റിൽ നിന്ന് ലാക്ടേറ്റിങ്ങിലേക്ക് മാറ്റുന്ന സമയം തന്നെ ഇത് നമുക്ക് തിരുത്താൻ കഴിയുകയുള്ളൂ. അതിനുശേഷം തിരുത്താൻ കഴിയില്ല. ഡെലിവറി ഡേറ്റ് കൊടുത്ത് അമ്മയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ലാക്ടേറ്റിങ്ങിലേക്ക് മാറ്റുന്ന ആ ഫോമിൽ തന്നെ ടീച്ചർ കുട്ടി മെയിലാണ് എന്ന് തെറ്റി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കൂടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കൃത്യമായി അറിയുക. അവിടെ തെറ്റിയാലും നിങ്ങൾ പുറകിലോട്ട് പോയി വീണ്ടും റീ എൻ്റർ ചെയ്യേണ്ട. ഇങ്ങോട്ട് വന്ന് ഈ പ്രൊഫൈൽ, കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയം ഇവിടെ മെയിലാണ് കിടക്കുന്നതെങ്കിൽ അത് ഫീമെയിൽ ആക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുകൂടെ നിങ്ങൾക്ക് പരിശോധിച്ച് റീ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെയിം ഓഫ് ഫാദർ, അച്ഛൻ്റെ പേരാണ് അവിടെ ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഗർഭിണി ആഡ് ചെയ്യുമ്പോൾ ആ ഗർഭിണിയുടെ ഹസ്ബൻഡിൻ്റെ പേര് അവിടെ ചോദിക്കുന്നുണ്ട്. ആ കോളം ഫില്ല് ചെയ്യുമ്പോഴുണ്ടാകുന്ന അതേ പേര് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് നിങ്ങൾക്ക് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ ആധാർ രേഖ പ്രകാരം വേണമെങ്കിൽ റീ എൻ്റർ ചെയ്യാൻ എഡിറ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, അത് കുഴപ്പമില്ല. അതിനുശേഷം നെയിം ഓഫ് മദർ എന്ന് വരുന്നുണ്ട്. അത് അമൃത ആർ എന്ന് നിങ്ങൾക്ക് കാണാം. ഇനാക്റ്റീവ് രൂപത്തിലാണ്, അത് തിരുത്താൻ കഴിയില്ല. കാരണം അമ്മയുടെ ആധാറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അമ്മയുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ന്യൂ ബോൺ ബേബി ആയിട്ടുള്ള ഈ കുട്ടിയെ ആഡ് ചെയ്യുന്നതും അമ്മയുടെ ആധാർ രേഖ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ആധാറിലെ അതേപോലെ തന്നെ പേരായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇപ്പോൾ നമുക്കിനി അമ്മയുടെ പേര് തിരുത്താൻ കഴിയില്ല, കാരണം ഓൾറെഡി വെരിഫൈഡ് ആണ്, ആധാർ സീഡഡ് ആണ്. അതുകൊണ്ട് ഇവിടെയും നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി അടുത്ത ഘട്ടം മൊബൈൽ നമ്പറാണ്. ഇത് വേണമെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഗാർഡിയൻ്റെയോ മൊബൈൽ നമ്പർ ടീച്ചർക്ക് ഇപ്പോൾ വേണമെങ്കിലും അത് തിരുത്തി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, നിലവിൽ അത് മതിയെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യുക. അതിനുശേഷം കാറ്റഗറിയാണ് ചോദിക്കുന്നത്.
ഏത് കാറ്റഗറിയിലെ കുട്ടിയാണ് എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ട് സെലക്ട് ചെയ്യണം. SC ആണോ ST ആണോ അതേഴ്സ് ആണോ എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് ടീച്ചർ സെലക്ട് ചെയ്തെടുക്കുക. ഇതൊന്നും നമുക്ക് പിന്നീട് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുക. അതിനുശേഷം കുട്ടിയുടെ ജനിക്കുമ്പോഴുണ്ടാവുന്ന ഹൈറ്റും വെയ്റ്റും നമ്മളത് പ്രസവം മാർക്ക് ചെയ്യുന്ന സമയം നമ്മൾ ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇത് ഇവിടെ നിന്ന് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ ഇനാക്റ്റീവ് രൂപത്തിൽ മങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓർക്കുക, ആകെ കൂടെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തിരുത്താൻ കഴിയുന്ന ഒരു ഭാഗം കുട്ടി മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് മാത്രമാണ്. കുട്ടിയുടെ ജനന തീയതിയോ അതേപോലെ തന്നെ ബർത്ത് വെയ്റ്റോ ബർത്ത് ഹൈറ്റോ തിരുത്താൻ കഴിയില്ല. കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം റെസിഡൻറ്റ് ടൈപ്പാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ താമസ സൗകര്യ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. സ്ഥിരതാമസമാണോ ആണെങ്കിൽ പെർമനൻ്റ് എന്ന് മാർക്ക് ചെയ്യുക. ടെമ്പററി താൽക്കാലികക്കാരാണെങ്കിൽ ടെമ്പററി എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ സ്ഥിരമാണെങ്കിൽ പെർമനൻ്റ് എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം അവസാനത്തെ ചോദ്യം വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ആ കുട്ടിയുടെ ജനന സമയത്ത് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അംഗവൈകല്യമുള്ള കുട്ടിയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അവിടെ നോ എന്നാണെങ്കിൽ നോ എന്ന് കൊടുക്കാം, എസ് ആണെങ്കിൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അത് എത്തരത്തിലുള്ള അംഗവൈകല്യമാണ് എന്നുള്ളത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്, മെൻ്റൽ, സീയിങ്, ഹിയറിംഗ്, സ്പീക്കിംഗ് എന്ന് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണ് എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അവർക്കൊരു UDID നമ്പർ വരും. അത് ഭാവിയിലാണ് വരിക. നമുക്ക് താൽക്കാലികമായിട്ട് ഈ സമയത്ത് ഡീറ്റെയിൽസ് ടീച്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതെല്ലാം രേഖപ്പെടുത്താം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി അംഗവൈകല്യം ഇല്ലാത്ത കുട്ടിയാണ്, നോർമൽ കുട്ടിയാണെങ്കിൽ ഇവിടെ നോ എന്നാണ് ടീച്ചർ കൊടുക്കേണ്ടത്. നോ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ചോദ്യങ്ങളൊന്നുമില്ല. ഒന്നുകൂടെ ടീച്ചറെ മുകളിൽ നിന്ന് താഴേക്ക് വരെ എല്ലാ ഫീൽഡുകളും ഒന്നുകൂടെ ഉറപ്പിക്കുക. കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തി എന്ന് ഒന്നുകൂടെ അവസാനമായി ഉറപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ടീച്ചർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശവും ഒപ്പം തന്നെ ഇത്തരം രീതിയിലുള്ള ഒരു കൺഫർമേഷൻ മെസ്സേജുമാണ് വരിക. ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ബെനിഫിഷ്യറി പ്രൊഫൈൽ വിൽ ബി മൈഗ്രേറ്റഡ് ടു ലാക്ടേറ്റിംഗ് മദർ കാറ്റഗറി ആൻഡ് ചൈൽഡ് പ്രൊഫൈൽ വിൽ ബി ക്രിയേറ്റഡ് വിത്തിൻ 12 hours എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്ത പ്രവർത്തനം എന്ന് പറയുന്നത് പ്രഗ്നൻറ്റിനെ ലാക്ടേറ്റിംഗിലേക്ക് മാറ്റുകയും ഒപ്പം പുതിയ കുട്ടിയെ ആഡ് ചെയ്യുകയും ചെയ്തു. ഇതിന് പരമാവധി 12 മണിക്കൂർ വരെ ചിലപ്പോൾ സമയമെടുത്തേക്കാം നമ്മളെ പോർഷൻ ട്രാക്കറിലേക്ക് കടന്നു വരുന്നതിന്. അതിന് പോർഷൻ ട്രാക്കറിലെ സെർവറുടെ തടസ്സങ്ങളും പ്രശ്നങ്ങൾക്കും അനുസരിച്ചിട്ടായിരിക്കും ഈ വേഗതയൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് കൺഫേം ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമൃത എന്ന് പറയുന്ന ഒരു പ്രഗ്നൻറ്റ് ലാക്ടേറ്റിംഗിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഡേറ്റ് കാണാം. ബേബി ഓഫ് അമൃത എന്ന് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത കുട്ടി 0 മുതൽ 6 വയസ്സ് എന്നുള്ള കാറ്റഗറിയിലേക്കും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഡേറ്റ് നമുക്ക് കാണാം. ഇനി ഗോ ടു ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ടീച്ചർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് വുമൺ എന്നുള്ള ലിസ്റ്റിലേക്കാണ് നിങ്ങൾ എത്തുക. ഇപ്പോഴും ഇവിടെ അമൃത R എന്ന് കാണുന്ന നമ്മളിപ്പോൾ ലാക്ടേറ്റിംഗിലേക്ക് മാറ്റിയ ഒരു ഗർഭിണിയെ കാണാൻ സാധിക്കും. ഇത് കൃത്യമായി ഈ ഭാഗം നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. പല ടീച്ചർമാരും പറയുന്നത് ഇത്തരത്തിൽ ലാക്ടേറ്റിംഗിലേക്ക് മാറ്റിയിട്ടും ഗുണഭോക്താവ് നമ്മളുടെ പ്രൊഫൈലിൽ തന്നെ പ്രഗ്നൻറ്റിൽ തന്നെ കാണുന്നു എന്നുള്ളൊരു പരാതികളാണ് പറഞ്ഞത്. അതിന് ടീച്ചർ ചെയ്യേണ്ടത് ഈ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നേരെ മുകളിൽ കാണുന്ന ഈ ഒരു റീഫ്രഷ് ബട്ടൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കുക, അവിടെ അമൃത എന്ന് കാണുന്ന ഗുണഭോക്താവ് ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ടീച്ചർ പുറകിലോട്ട് പോവുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ലാക്ടേറ്റിംഗ് മദർ എന്ന ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഭാഗത്ത് ഈ പറയുന്ന അമൃത എന്ന് പറയുന്ന ഗുണഭോക്താവ് ലാക്ടേറ്റിംഗ് മദറിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടീച്ചർ ചെയ്യേണ്ട കാര്യം എന്താ? നേരെ മുകളിലേക്ക് പോയി ഈ കാണുന്ന റീഫ്രഷ് ബട്ടൺ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഭാഗം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അമൃത R എന്ന ലാക്ടേറ്റിംഗ് മദർ വന്നു കഴിഞ്ഞു എന്നുള്ളത് കൂടി ഉറപ്പാക്കുക. ഇനി പുറകിലോട്ട് പോവുക. ഇനി ഈ കാണുന്ന 0 to 6 ഒരു കുട്ടി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള സന്ദേശം നമ്മൾ കണ്ടതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ബേബി ഓഫ് അമൃത എന്നാണ് നമ്മൾ കൊടുത്തത്. ആ കുട്ടി ഇതുവരെ വന്നിട്ടില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നേരെ മുകളിലോട്ട് പോയി ഈ കാണുന്ന റീഫ്രഷ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഭാഗത്ത് ബേബി അമൃത എന്ന് പറഞ്ഞ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് കയറി വന്നു. ഇങ്ങനെയാണ് ഒരു പ്രഗ്നൻറ്റിനെ ലാക്ടേറ്റിംഗിലേക്ക് മാറ്റേണ്ടതും
മാറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ലിസ്റ്റിൽ വന്നോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതും. പലപ്പോഴും ഇത് സെർവറിൻ്റെ ആ തടസ്സത്തിനനുസരിച്ചിട്ടായിരിക്കും കാലതാമസം. നേരത്തെ പറഞ്ഞ പോലെ 12 മണിക്കൂർ വരെ നിങ്ങൾക്കത് വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് മുന്നേ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് നിങ്ങൾ വരുത്താൻ ശ്രമിക്കരുത്. അതങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എൻട്രികളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമാവില്ല, കണക്കുകളൊക്കെ തെറ്റായി പോകും. 12 മണിക്കൂർ വരെ ക്ഷമിക്കുക. അതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ കാണിച്ച റീഫ്രഷ് ബട്ടൺ ഉപയോഗപ്പെടുത്തി ലിസ്റ്റിലേക്ക് വന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കുക. താങ്ക് യു.